IPL കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിന്റെ സ്വീകരണ പരിപാടിക്കിടെ വൻ ദുരന്തം. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട 7 പേരാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. ന്യൂസ് ഡെസ്കിൽ നിന്നും ഐശ്വര്യ ചേരുന്നുണ്ട്. ഐശ്വര്യ, 7 പേർ മരിച്ചു എന്നാണ് ഔദ്യോഗിക വിവരം. ഈ സംഭവവുമായി ചേർത്ത് വയ്ക്കുമ്പോൾ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പരിക്കേറ്റവർ എത്രത്തോളമുണ്ട്? തീർച്ചയായും ഇത് വരുത്തി വച്ച ഒരു വിനയായി തന്നെയല്ലേ വിലയിരുത്തുന്നത്? 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് RCB കന്നി കിരീടം സ്വന്തമാക്കുന്നത് IPL. അതുകൊണ്ട് തന്നെ ആ താരങ്ങളുടെ വരവ് ആഘോഷമാക്കാനായിരുന്നു അവിടുത്തെ ആരാധകരും അതുപോലെ തന്നെ സർക്കാരും തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിക്ടറി പരേഡ് നടത്താനായി തീരുമാനിക്കുകയും അങ്ങനെ ഈ താരങ്ങളെ എയർപോർട്ടിൽ പോയി സ്വീകരിച്ചത് പോലും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ചേർന്നായിരുന്നു സ്വീകരിച്ചത്. ഈ ഒരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് ഈ ഒരു വിക്ടറി പരേഡ് വയ്ക്കുമ്പോൾ തന്നെ എത്രത്തോളം സുരക്ഷ ഒരുക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ സർക്കാർ ഒട്ടും ജാഗരൂകരായില്ല എന്നതിൻ്റെ ഫലമാണ് ഒരു ആഘോഷം, ഒരു ദുരന്തത്തിലേക്ക് വഴിമാറിയ ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 7 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം 10ഓളം പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കൂടാതെ 50-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പലരുടെയും നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതായത് ഈ ഇഷ്ടതാരങ്ങളെല്ലാം ഒരുമിച്ച് കാണാനായിട്ടായിരുന്നു ഈ ആരാധകരുടെ ഈ കൂട്ടത്തോടെ ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവാഹം. ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതായത് ഈ ഒരു സമയത്ത് മഴ കൂടി പെയ്തതോടെ കാര്യങ്ങൾ വഷളാവുകയായിരുന്നു. 5000 പോലീസുകാരെ ആയിരുന്നു ഈ ഒരു സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനായി നിയമിച്ചിരുന്നത്. പക്ഷേ അതിലും വലിയൊരു തിരക്ക് ഇവിടേക്ക് ഒഴുകിയെത്തുമെന്ന് സർക്കാർ പോലും വിചാരിച്ചിരുന്നില്ല എന്നാണ് DK ശിവകുമാർ പോൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാപ്പ് ചോദിക്കുകയും എല്ലാ സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിരുന്നതായും അവസാന നിമിഷമാണ് ഇങ്ങനെയൊരു വിക്ടറി പരേഡ് നടത്താനായി അനുമതി കൊടുത്തിരുന്നതുമെന്നുമാണ് DK ശിവകുമാർ പറയുന്നത്. കൂടാതെ ഒരുപാട് മത്സരങ്ങൾ നടന്ന സ്റ്റേഡിയമാണ് ഈ ചിന്നസ്വാമി സ്റ്റേഡിയം എന്ന് പറയുന്നത്. ഇവിടേക്കാണ് ഈ ഒരു താരങ്ങൾക്ക് ഒരു സ്വീകരണ പരിപാടി അറേഞ്ച് ചെയ്യുന്നതും ഇവിടേക്ക് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും എത്തുന്നത്. ഈ ഒരു ചടങ്ങ് വീക്ഷിക്കാനായാണ് ഒട്ടനവധി ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. ഈ ഒരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാവുന്നതിനപ്പുറമായ ആളുകൾ ഇവിടേക്ക് തള്ളിക്കയറുകയും തങ്ങളുടെ ഇഷ്ടതാരങ്ങളെയൊക്കെ കാണാനായി തള്ളിക്കയറുകയും റോഡിന് ഇരുവശമൊക്കെ ആളുകളുടെ ഒരു ജനപ്രവാഹമായിരുന്നു. ഈ ഒരു ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസുകാർക്കോ സർക്കാരിൻ്റെ ഒരു സംവിധാനങ്ങൾക്കോ സാധിച്ചില്ല. ഈ ഒരു തിരക്ക് അനിയന്ത്രിതമാവുകയും സ്ഥിതിഗതികൾ കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലായതോടുകൂടി ഈ താരങ്ങളെയൊക്കെ തന്നെ ഉടൻ തന്നെ ഹോട്ടലിലേക്ക് മാറ്റുകയും പോലീസ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇടപെടുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോവുകയും 7 പേരുടെ മരണമാണ് ഇപ്പോൾ സർക്കാർ സ്ഥിരീകരിക്കുകയും ചെയ്തത്. അതായത് ഈ മരിച്ചവരിൽ ഒരു കുട്ടിയും ഒരു സ്ത്രീയും ഉൾപ്പെടുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ DK ശിവകുമാർ മാപ്പ് ചോദിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല, ഇത്രയും ആളുകൾ ഒഴുകിയെത്തുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്നുമാണ് DK ശിവകുമാർ പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം RCB എന്ന് പറയുന്നത് 18 വർഷങ്ങളുടെ അവരുടെ കാത്തിരിപ്പാണ്. ഇന്നലെ എല്ലാവരും വലിയ ആഘോഷമാക്കിയതായിരുന്നു. 18 വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു കപ്പ് ഇപ്പോൾ ബംഗളൂരുവിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. ഈ വിക്ടറി പരേഡ് പോലുള്ള അവസാന നിമിഷമായിരുന്നു പ്ലാൻ ചെയ്തത്. നമ്മൾ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരം അപകടങ്ങൾ മുന്നിൽ കണ്ടിട്ട് കൂടി സർക്കാർ ഒരു മുന്നൊരുക്കങ്ങളും ഒരുക്കിയില്ല എന്നാണ് BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുന്നതാണെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. കാരണം പരിക്കേറ്റ 6 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. 11 മരണം എന്നാണ് അനൗദ്യോഗികമായി വരുന്ന റിപ്പോർട്ടുകൾ. ഈ ഒരു 7 പേർ മരിച്ചു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുമ്പോൾ 11 മരണം അനൗദ്യോഗികമായി പുറത്തു വരുന്നുണ്ട്. അതായത് ഇനിയും മരണസംഖ്യ ഉയരുമെന്നാണ് രാജേഷ് മനസ്സിലാക്കുന്നത്. ഐശ്വര്യ, നമുക്ക് അറിയാം നേരത്തെ തന്നെ ഈ തിക്കും തിരക്കും ഉണ്ടാകും, അല്ലെങ്കിൽ സുരക്ഷ സംബന്ധിച്ച് ആ വിധാൻ സൗദയിൽ നിന്നുള്ള ആ പരേഡ്, വിന്നിംഗ് പരേഡ് അല്ലെങ്കിൽ വിജയാഹ്ലാദത്തോടുള്ള ഒരു റാലി ഒഴിവാക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഒടുവിൽ ചില പ്രതിഷേധത്തെ തുടർന്ന് അത് അനുമതി നൽകുകയുമായിരുന്നു. ഇതാരാണ് ഇതിന് ഉത്തരവാദി? സർക്കാർ അതിന് വേണ്ട നടപടിക്രമങ്ങൾ അവിടെ ചെയ്തില്ല. നമുക്കറിയാം ലോകോത്തര നിലവാരമുള്ള ടീമുകളാണ് അവിടെ എത്തുന്നത്. സ്വാഭാവികമായും ആരാധകരുണ്ടാകും, വിജയാഘോഷങ്ങളുണ്ടാകും, തിക്കും തിരക്കും ഉണ്ടാകും. ഇതൊക്കെ അവഗണിച്ചു എന്ന് തന്നെയാണ് ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയല്ലേ? പൂർണ്ണമായും രാജേഷ്, ഉത്തരവാദിത്തം സർക്കാരിന് തന്നെയാണ്. കാരണം അവസാന നിമിഷമാണ് ഇങ്ങനെ ഒരു വിക്ടറി പരേഡ് നടത്താനായി സർക്കാർ അനുവാദം കൊടുക്കുന്നത്. അതിന് തെളിവാണ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഇവിടേക്ക് എത്തുകയും അതിന് മുൻപ് ഈ താരങ്ങൾ വന്നപ്പോൾ എയർപോർട്ടിൽ പോയി ഈ താരങ്ങളെ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചതും സർക്കാർ സംവിധാനങ്ങൾ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ സർക്കാർ മുൻകൈ എടുത്തു എന്ന് വേണം പറയാൻ. പക്ഷേ മറ്റ് കളിക്ക് ഈ ചിന്നസ്വാമി സ്റ്റേഡിയം എന്ന് പറയുന്നത് പല മത്സരങ്ങൾക്കും വേദിയായ ഒരു സ്റ്റേഡിയമാണ്. ആ സമയത്ത് മറ്റ്
മത്സരങ്ങൾക്ക് കൊടുത്ത പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു തിക്കും തിരക്കും കൺട്രോൾ ചെയ്യാനായി എടുത്ത സംവിധാനങ്ങളൊന്നും ഈ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളൊന്നും നടത്തിയില്ല എന്നുള്ളത് വ്യക്തമാണ്. 5000 പോലീസുകാരെ വിന്യസിച്ചു എന്നൊക്കെ ഇപ്പോൾ BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപണം ഉന്നയിക്കുമ്പോൾ 5000 പോലീസുകാരെ വിന്യസിച്ചു എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. പക്ഷേ അതിലും വലിയൊരു തിരക്കുണ്ടാകും എന്നുള്ളത് സർക്കാർ മുൻകൂട്ടി കണ്ടില്ല. ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവർ തങ്ങളുടെ താരങ്ങളെ കാണാനായി അവിടേക്ക് ഓടി ചെന്നപ്പോൾ അതുപോലെ തന്നെ ഈ ജനങ്ങളും യുവാക്കളും അവിടേക്ക് ഒഴുകി എത്തുമെന്ന് എന്തുകൊണ്ട് സർക്കാർ ചിന്തിച്ചില്ല എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. അത് തന്നെയാണ് അവിടെ സംഭവിച്ചതും. കാരണം ഇങ്ങനെ ഒരു വിക്ടറി പരേഡ് നടത്തുകയാണ് എന്നറിഞ്ഞുകൊണ്ട് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആളുകൾ ആ സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചെത്തുകയും കൂടാതെ ഈ യുവാക്കൾ പോലും ഈ സ്റ്റേഡിയത്തിലേക്ക് കയറാനാകാതെ ആ റോഡിൽ തിങ്ങിക്കൂടുന്നൊരു കാഴ്ചയുമാണ് കാണാൻ സാധിച്ചത്. കൂടാതെ ആ സമയത്ത് കാലാവസ്ഥ മോശമാവുകയും മഴ പെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തതോട് കൂടിയാണ് കാര്യങ്ങൾ വഷളാകുകയും പോലീസിന്റെ കയ്യിൽ നിൽക്കാതെ വരികയും ഈ 5000 പോലീസുകാർക്കൊന്നും ഇത്ര വലിയൊരു ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ഒട്ടും ആയില്ല. ഈ സമയം ഈ താരങ്ങളൊക്കെയും വേദിയിലേക്ക് വരുന്ന സമയം ആളുകൾ തങ്ങളുടെ ഇഷ്ടതാരങ്ങളെ കാണാനായുള്ള അവരുടെ ആ ഒരു ആഗ്രഹം മോഹമാണ് അവർ കാണാനായി അവരുടെ ഒരു ആഗ്രഹമാണ് അവർ അവിടെ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചത്. അതാണ് ഇപ്പോൾ ദുരന്തത്തിലേക്ക് വഴിമാറിയിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളെയാണ് ഇതിൽ പൂർണ്ണമായും പ്രതിപക്ഷമടക്കമുള്ള ആളുകൾ കുറ്റപ്പെടുത്തുന്നത്. കാരണം ഒരു മുന്നൊരുക്കങ്ങളും നടത്തിയില്ല എന്ന് മാത്രമല്ല ഇതിന് ഒരു എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് നോക്കിക്കാണാതെ അനുമതി നൽകുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് DK ശിവകുമാർ ഈ ഒരു സംഭവത്തോട് മാപ്പ് ചോദിക്കുകയും മറ്റ് പരിക്കേറ്റവർക്ക് എല്ലാ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകും എന്ന് DK ശിവകുമാർ പറയാനുള്ള ഒരു കാര്യവും ചെയ്തത്. കൂടാതെ ഇപ്പോൾ RCB ടീം ഉള്ളത് ഇപ്പോൾ ഹോട്ടലിലാണുള്ളത്. അവരെ ആദ്യമേ തന്നെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കാരണം സ്ഥിതിഗതികൾ കൈവിട്ട് പോകുമെന്ന് തിരിച്ചറിയുകയും ആ സമയം തന്നെ ഈ ടീം അംഗങ്ങളെ ഈ RCB ടീം അംഗങ്ങളെ ഉടൻ തന്നെ ഹോട്ടലിലേക്ക് മാറ്റുകയും ചെയ്തു. ഒരു തരത്തിൽ പറഞ്ഞാൽ വേറൊരു അപകടം കൂടി. കാരണം ഈ ജനങ്ങൾ എപ്പോഴും തങ്ങളുടെ ആ ആരാധകർ എപ്പോഴും തങ്ങളുടെ ഈ ഇഷ്ടദൈവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ അത്രയും ആരാധിക്കുന്ന ആളുകളാണ് ഈ കളിക്കാരൊക്കെയും. അതുകൊണ്ട് തന്നെ ഈ കോഹ്ലി അടക്കമുള്ള ഈ ക്രിക്കറ്റ് കളിക്കാരെ കാണാനായിട്ട് അത്രയും തിങ്ങിക്കൂടി ഒരു നിമിഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കാണാനായി ഓടിപ്പോകുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ RCBയിലെ എല്ലാ ടീം അംഗങ്ങളെയും ഹോട്ടലിലേക്ക് മാറ്റുകയും ഇപ്പോൾ അവർ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഉള്ളത്. ഇപ്പോൾ വിക്ടറി പരേഡ് ഒഴിവാക്കിയിരിക്കുകയാണ് സർക്കാർ. ഈ ഒരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു വിക്ടറി പരേഡ് ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് 11 മരണങ്ങളാണ് ഇപ്പോൾ അനൗദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. 7 അല്ല 11 മരണം അനൗദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കൂടാതെ 50-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ പലരുടെയും നില ഗുരുതരമായി തുടരുകയാണ്.